മക്കളെ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് പ്രിറ്റീമേഴ്സ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്മസ് പരീക്ഷിക്കുന്ന നാളെ നമ്മുടെ ബേസിക് സയൻസ് ആണ്. ബേസിക് സയൻസിൽ ബയോളജി നമുക്ക് 20 തന്നെ മേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ചോദ്യങ്ങളും നമ്മളിതാ മെഗാ മാരത്തോണിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് നമ്മുടെ മെഗാ മാരത്തോണ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം ഫുൾ മാർക്ക് സെറ്റാക്കാൻ. അപ്പോൾ ആ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നേരെ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. The given characteristic living cell, thin cell wall, presence of intercellular space. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുള്ളവ, മൃദുവായ കോശഭിത്തി, കോശാന്തരം സ്ഥലം കാണപ്പെടുന്നു. ഇത് ഏത് ടിഷ്യൂവിനെ പറ്റിയിട്ടാണെന്നാണ് കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലം. അപ്പോൾ ലിവിങ് സെല്ല് അതുപോലെ തന്നെ തിൻ സെൽ വോൾ ആണെന്ന് പറഞ്ഞു. ഇന്റർസെല്ലുലാർ സ്പേസ് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതാരാണ്? നമ്മുടെ പാരൻ കൈമയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ട്രീ ഓഫ് ലൈഫ് എന്നാണ്. ഒബ്സർവ് ദ വെയിറ്റ് പേ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. പദജോഡി ബന്ധം പരിശോധിച്ച് വിട്ടുപോയത് പൂരിപ്പിക്കുക. മൊനീറ എന്ന് പറയുന്നത് കിങ്ഡം മൊനീറയിൽ വരുന്നത് ബാക്ടീരിയ ആണ്. കിങ്ഡം പ്രൊട്ടിസ്റ്റയിൽ വരുന്നത് ആളാണ് നമ്മുടെ അമീബ എന്ന് പറയുന്ന ആൾ, അല്ലെ? അമീബയാണ് വരിക. സോ അത് കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുകയും കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ സ്യൂട്ടബിളി. തന്നിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനാണ്. അപ്പൊ ആനിമൽ സെല്ലിൽ മാത്രം കാണുന്നതാണ് സെൻട്രോസോമും അതുപോലെ തന്നെ ലൈസോസോം. അപ്പൊ സെൻട്രോസോം ഇവിടെ എഴുതാം, ലൈസോസോം നമ്മൾ ഇവിടെ എഴുതാം. അടുത്തത് എന്താണ്? ആനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും കോമൺ ആയിട്ട് കാണുന്നതാ ചോദിച്ചിട്ട്. ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ആരാ? മൈറ്റോകോൺട്രിയ ഉണ്ട്, പിന്നെ റൈബോസോം ഉണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് ഏതെങ്കിലും എഴുതിയാൽ മതി. മൈറ്റോകോൺട്രിയ, പിന്നെയോ റൈബോസോം. സെറ്റ് അല്ലേ? ഇനി അടുത്ത പ്ലാന്റ് സെല്ലിൽ മാത്രം കാണുന്നതാണ് വാക്യൂൾ എഴുതാം, പിന്നെയോ നമുക്ക് പ്ലാസ്റ്റിഡ്സ് എഴുതാം. പ്ലാസ്റ്റിഡ് എഴുതാം. അപ്പൊ ഇതുപോലെ വേണം ഇത് ഫില്ലാക്കാൻ. അപ്പൊ ആനിമൽ സെല്ലിൽ ഏതാണ്, പ്ലാന്റ് സെല്ലിൽ ഏതാണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തന്നെ ഇത് പഠിച്ചു വെക്കാം. അടുത്ത് നോക്കിക്കേ. സ്റ്റഡി ദ ടേബിൾ ഗിവൻ ബിലോ, കറക്റ്റ് എനി മിസ് മാച്ച് ടു പെയർ. താഴെ നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് തെറ്റായ ജോഡികളെ ശരിയാക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നോക്കാം. ശരിയായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ജോൺ റേ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? ജോൺ റേ എന്ന് പറയുന്നത് ഫസ്റ്റ് യൂസ് ദ ടേം സ്പീഷ്യസ് ആണ്. ജോൺ റേ എന്ന് പറയുന്നത് ആദ്യമായി സ്പീഷ്യസ് എന്ന പദം ഉപയോഗിച്ച ആളാണ്. രണ്ടാമതാണ് ഏണസ്റ്റ് ഹെക്കൽ വരുന്നത്. ഏണസ്റ്റ് ഹെക്കലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലിവിങ് ഓർഗാനിസംസ് ഇൻ ടു 3 കിങ്ഡംസ്. അത് കറക്റ്റ് ആണ് അല്ലെ? ആനിമൽ, പ്ലാന്റ് ആൻഡ് പ്രൊട്ടിസ്റ്റ് കറക്റ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കറക്റ്റ് കൊടുക്കാം. ഇനി അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? അരിസ്റ്റോട്ടിലാണ് ആദ്യം ക്ലാസിഫൈഡ് ലിവിങ് വിങ്സ് ഇൻ ടു റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് വൈറ്റ് ബ്ലഡ് അല്ലെങ്കിൽ നോൺ റെഡ് ബ്ലഡഡ് എന്ന് പറഞ്ഞ് തിരിച്ചു. അപ്പം ജീവികൾ ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ ഇന്ന് തരം തിരിച്ചത് നമ്മുടെ അരിസ്റ്റോട്ടിലാണ്. തിയോഫ്രാസ്റ്റസ് ആണ് എന്ത് ചെയ്തത്? പ്ലാന്റ്സിനെ, യെസ്, ഏണസ്റ്റ് ഹെക്കൽ ഇവിടെ വരും. തിയോഫ്രാസ്റ്റസ് പ്ലാന്റ്സ് ഇൻറ്റു കുറ്റിച്ചെടിയിൽ ഷ്രബ്സ്, ഹെർബ്സ്, ട്രീസ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തത് ആരാ? തിയോഫ്രാസ്റ്റസ് ആണ്. കാൾ ലീനിയസ് എന്ന് പറയുന്നതോ? കാൾ ലീനിയസ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഫാദർ ഓഫ് ടാക്സോണമി ആണ്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇത് ചെയ്യണം. നമ്മൾ തിരുത്തി എഴുതാനാണ് പറഞ്ഞത്. തിരുത്തി എഴുതി കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്താൽ നമുക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. ഇനി അടുത്തത് റീഅറേഞ്ച് ദ കോളം ബി ആൻഡ് സി അക്കോർഡിംഗ് ടു കോളം എ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. കോളൻ കൈമയിൽ പാരൻ കൈമ, സ്ക്ലീറൻ കൈമ. പ്ലാന്റ്സിന്റെ സിമ്പിൾ ടിഷ്യൂസ് ആണ് തന്നിട്ടുള്ളത്, ലളിതകല. അപ്പോൾ കോളൻ കൈമ എന്ന് പറയുമ്പം ഏതാണ് കറക്റ്റ് വരിക നമുക്ക് നോക്കാം. യെസ്, കോളൻ കൈമ. കമ്പോസ്റ്റ് ഓഫ് സെൽസ് യൂണിഫോംലി തിക്ക് ഓൾ ഓർ ദ സെൽ വോൾ ആണോ? അല്ല, അത് സ്ക്ലീറൻ കൈമയാണ് വരിക. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും കട്ടി കൂടിയ തരം കോശങ്ങൾ കാണുന്നത് സ്ക്ലീറൻ കൈമയിലാണ്. ഇനി അടുത്തത് നോക്കിക്കേ. കമ്പോസ്റ്റ് ഓഫ് സെൽസ് തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ്. മൂലകളിൽ, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രമാണ് കട്ടി കാണുന്നതെങ്കിൽ അത് നമ്മുടെ കോളൻ കൈമയാണ്. ഇനി ബാക്കി ഏതാ? തിൻ സെൽ വോൾ ഉള്ളത് അത് നമ്മുടെ പാരൻ കൈമയാണ്. കനം കുറഞ്ഞ കോശഭിത്തി പാരൻ കൈമയാണ്. ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? അത് നമ്മുടെ പാരൻ കൈമയാണ്. സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് ഷേപ്പ്, മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ പ്ലാന്റ്. സ്ട്രെങ്തും സപ്പോർട്ടും കൊടുക്കുന്ന ആരാ? സ്ക്ലീറൻ കൈമയാണ്. താങ്ങും ദൃഢതയും നൽകുന്നത് പ്രകാശ സംശ്ലേഷണം നമ്മുടെ പാരൻ കൈമയാണ്. അതുപോലെ സ്ക്ലീറൻ കൈമ എന്ത് ചെയ്യുന്നു? സസ്യഭാഗങ്ങൾക്ക് താങ്ങും ദൃഢതയും നൽകുന്നു. ആൻഡ് ഇനി നമ്മുടെ കോളൻ കൈമ സസ്യഭാഗങ്ങൾക്ക് ആകൃതി നൽകുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 മാർക്ക്. അപ്പോൾ ഇതുപോലത്തെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സയൻറ്റിസ്റ്റിനെ വെച്ച് ചോദിക്കാം. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന എല്ലാ സെൽ ഓർഗനുകളുടെയും ഡയഗ്രാം പഠിച്ചു വെക്കണം. ഇതുപോലെ ചിത്രം തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഇത് ഏതാണ് ഈ സെൽ ഓർഗനൽ എന്നാണ്. ആദ്യം നമുക്ക് തന്നിട്ടുള്ള എ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയയാണ്. ആദ്യത്തെ ആളെന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നതോ ഗോൾജി അപ്പാരറ്റസ്, ഗോൾജി ബോഡി അല്ലെങ്കിൽ ഗോൾജി അപ്പാരറ്റസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതുപോലെ ചിത്രം തന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്ന് പഠിച്ചു വെക്കണേ, ഏതാണ് എന്നുള്ളത് സെൽ ഓർഗനൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കാം. ഇനി എലമെന്റ്സ് such as barium, boron, zinc and iron are required by plants in very small quantities are known as. ഇത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. ബേരിയം, ബോറോൺ, അതുപോലെ സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ സസ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായതിനാൽ അവയെ ഡാഷ് എന്ന് വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ പഠിക്കുന്നതാണ് പ്ലാന്റ് ന്യൂട്രിയൻസ്. ബേരിയം, ബോറോൺ, സിങ്ക്, കോപ്പർ എന്നിവ എന്താ കുറഞ്ഞ അളവിൽ മതി. കുറഞ്ഞ അളവിൽ നമുക്ക് ന്യൂട്രിയൻസ് മതിയെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് വിളിക്കുന്നത്, മൈക്രോ ന്യൂട്രിയൻസ്. അതേസമയം കൂടിയ അളവിലാണ് വേണ്ടതെങ്കിലും അവർ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വരും. അതാണ് നൈട്രജൻ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം ഉദാഹരണമായിട്ട് വരുന്നത്. അപ്പം പ്ലാന്റ് ന്യൂട്രിയൻസ് സസ്യപോഷകങ്ങൾ ഓർത്ത് വെച്ചോളാം. മാക്രോ ന്യൂട്രിയൻസും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസും ഉണ്ട്. ഇനി റൈറ്റ് വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഇസ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ കണ്ടീഷൻ ഓഫ് ദി കെമിക്കൽ എവല്യൂഷൻ. രാസപരിണാമത്തിന് ജീവന്റെ ഉത്ഭവം ആവശ്യമായ സാഹചര്യങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് കെമിക്കൽ എവല്യൂഷൻ തിയറി വെച്ചിട്ടാണ്. തെറ്റായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ദ അറ്റ്മോസ്ഫിയർ ഓഫ് ഏർലി എർത്ത് വാസ് ഹോട്ട് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി വർ അവൈലബിൾ ഫ്രം ദി ലൈറ്റ്നിങ് ആൻഡ് വോൾക്കാനോ. ഇവിടെ തന്നിട്ടുള്ളതിൽ നോക്കിക്കേ, ആദിമ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വളരെ ചൂടുള്ളതായിരുന്നു, കൂടാതെ ഇടിമിന്നലിൽ നിന്നും അഗ്നിപർവ്വതത്തിൽ ധാരാളം ഊർജ്ജം ലഭിച്ചിരുന്നു. അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗ്യാസസ് ഇൻ ദ പ്രിമിറ്റീവ് അറ്റ്മോസ്ഫിയർ ഇൻക്ലൂഡ് മീത്തേൻ, അമോണിയ, വാട്ടർ വേപ്പർ. അതും ശരിയാണ് അല്ലേ. അന്നുണ്ടായിരുന്ന വാതകങ്ങൾ മീത്തേൻ, അമോണിയ, നീരാവിയായിരുന്നു. അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ഫ്രീ മോളിക്കുലർ ഓക്സിജൻ. ശരിയാണോ? അല്ല, ഇത് തെറ്റാണ്. അന്ന് നോ ഫ്രീ ഓക്സിജൻ ആണ്. നോ ഫ്രീ ഓക്സിജൻ ആയിരുന്നു. അന്ന് സ്വതന്ത്രമായ ഓക്സിജൻ ഇല്ലായിരുന്നു. ഇനി പ്രിമിറ്റീവ് സെൽ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഹാവ് എബിലിറ്റി ഓഫ് സെൽഫ് റെപ്ലിക്കേറ്റ്. ഇതിന്റെ ഫലമായി രൂപപ്പെട്ട ആദിമ കോശങ്ങൾക്ക് സ്വയം ഇരട്ടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അത് ശരിയാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഒറിജിൻ ഓഫ് എവല്യൂഷനിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്ത് ചോദിക്കും. കെമിക്കൽ എവല്യൂഷൻ തിയറി, പാൻസ്പെർമിയ തിയറി, അതുമായിട്ട് ബന്ധപ്പെട്ട യുറേ മില്ലർ എക്സ്പെരിമെന്റ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. ഇനി അറ്റ്മോസ്ഫിയർ പ്രിമിറ്റീവ് എർത്തിന്റെ കണ്ടീഷൻ ഓർത്ത് വെക്കണം. ആദ്യം ഉണ്ടായത് എന്താണ്? പ്രിമിറ്റീവ് സെല്ലാണ്, സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവയാണ്. ആൻഡ് അവരെന്താണ്? ഒരു ന്യൂക്ലിക് ആസിഡും ലിപ്പിഡ് ഷീത്തുമാണ് കേട്ടോ. ഒരു കൊഴുപ്പ് ആവരണത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിക് ആസിഡ് ആയിരുന്നു ആദ്യമായി രൂപപ്പെട്ട കോശത്തിന്റെ പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ അത് പോയിന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇനി അനലൈസ് ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ് ആണ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കൺസിസ്റ്റ് ഓഫ് ദ സെൽസ് ദാറ്റ് ക്യാൻ കോൺട്രാക്ട് ആൻഡ് റിലാക്സ്. നെയിം ദ ആനിമൽ ടിഷ്യൂ മെൻഷൻ ഹിയർ, റൈറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന ജന്തുക്കല ഏതാണെന്നാണ്? സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്നത് ആരാണ്? നമ്മുടെ മസ്കുലാർ ടിഷ്യൂ ആണ്. മസ്കുലാർ ടിഷ്യൂ, പേശി കല. അപ്പൊ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനാണ്? ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് ആണ് അല്ലേ. നമ്മുടെ ചലനം സാധ്യമാക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരഭാഗങ്ങൾ ചലനം സാധ്യമാക്കുന്നത് നമ്മുടെ പേശി കലയുള്ളത് കൊണ്ടാണ്. അപ്പോൾ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷനാണ്? മസ്കുലാർ അല്ലെങ്കിൽ മസിൽ സെല്ലിൻ്റെ അല്ലെങ്കിൽ മസിൽ ടിഷ്യൂവിൻ്റെ ഫംഗ്ഷനാണ്. അടുത്ത് നോക്കിക്കോ. ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് വാസ്കുലർ ടിഷ്യൂ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സംവഹന കലകളുടെ ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സൈലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഫ്ലോയമാണ്. ഫ്ലോയമാണ്. വൈ ആർ ദേ നോൺ എസ് കോംപ്ലക്സ് ടിഷ്യൂസ്? ഇവയെ സങ്കീർണ കലകൾ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. ഒന്നിൽ കൂടുതൽ തരം കോശങ്ങളെ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഇവരെ കോംപ്ലക്സ് ടിഷ്യൂ അല്ലെങ്കിൽ സങ്കീർണ കലകൾ എന്ന് പറയുന്നത്. റൈറ്റ്. പെക്യുലാരിറ്റീസ് ഓഫ് ഈച്ച് ദം പറയുന്നുണ്ട്. സൈലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ ആണ്. ജലം സംവഹനം ചെയ്യപ്പെടുന്നു. ജലം സംവഹനം ചെയ്യുന്നു. അതുകൂടാതെ തന്നെ സൈലം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഇത് സഞ്ചരിക്കൂ, സൈലത്തിലൂടെ വെള്ളം. ഇനി ഫ്ലോയത്തിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ആണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ്, ഭക്ഷണം സംവഹനം ചെയ്യുന്നു.
ഭക്ഷണം സംവഹനം ചെയ്യുന്നു. ഇനി കഴിഞ്ഞോ? ഇല്ല. ഇനി എന്താ മെയിൻ ഫങ്ഷൻ? ഇവർ പല സ്ഥലത്തേക്ക് ചലിക്കുന്നതാണ്. സോ ഇവരെന്താണ്? മൾട്ടി ഡയറക്ഷണലാണ്. മൾട്ടി ഡയറക്ഷൻ, ഒന്നിൽ കൂടുതലായിട്ടുള്ള ഭാഗത്തേക്ക് ഇവർക്ക് ചലിക്കാൻ പറ്റും. അപ്പോൾ അതാണ് സ്ഥലത്തിൻ്റെയും ഫ്ലോത്തിൻ്റെയും വ്യത്യാസം. ഇനി നോക്കിക്കേ, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്ലാസ്റ്റിഡ്. പ്ലാസ്റ്റിഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ല്യൂക്കോപ്ലാസ്റ്റ്. എ എന്ന് പറയുന്നത് എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ആണ്. ശ്വേതകണം, ഹരിതകണം, വർണ്ണകണം, ഇങ്ങനെ 3 പ്ലാസ്റ്റിഡ് അല്ലെങ്കിൽ ജൈവകണമാണ് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസ് എന്ന് പറയുന്നതിൽ ഉള്ളത്. പ്ലാന്റിൽ നമ്മൾ കാണുന്ന സെൽ ഓർഗനിലെ പ്ലാസ്റ്റിഡ്സ്. ഇനി ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ഓഫ് ഫുഡാണ്, അല്ലേ? സ്റ്റോറേജ് ഓഫ് ഫുഡാണ്, ഭക്ഷണം സംഭരിക്കുന്നു. അതേസമയം ക്ലോറോപ്ലാസ്റ്റ് എന്താണ്? ഇമ്പാർട്ട് കളർ. ഇമ്പാർട്ട് കളർ, നിറം നൽകുന്നു. അപ്പൊ പഴങ്ങൾക്കും പൂക്കൾക്കൊക്കെ നിറം കൊടുക്കുന്നത് ആരാണ്? അത് നമ്മുടെ ക്രോമോപ്ലാസ്റ്റ് ആണ്, വർണ്ണകണമാണ്. അപ്പൊ 3 പ്ലാസ്റ്റിഡ്സ് ഓർത്ത് വെക്കുക. ല്യൂക്കോപ്ലാസ്റ്റിൽ ഓയിൽ, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പലതരത്തിലുള്ള പ്ലാസ്റ്റിഡ്സും ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ ആണ്. ഇവിടെ സയന്റിസ്റ്റ് ആണ് തന്നിട്ടുള്ളത്. സെൽ ബയോളജി ഉണ്ട്. റോബർട്ട് ഹുക്ക്, ന്യൂ സെൽസ് എറൈസ് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്, പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ല്, തിയോഡർ ഷ്വാൻ എന്നിങ്ങനെ കുറേ സയന്റിസ്റ്റുകളെയാണ് കൊടുത്തിട്ടുള്ളത്. സെൽ ബയോളജി വരുമ്പോൾ റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്? റോബർട്ട് ഹുക്കാണ് ഹു ഡിസ്കവേർഡ് ദ സെൽ, അല്ലേ? ഡിസ്കവേർഡ് സെൽ. കോശത്തെ കണ്ടുപിടിച്ച ആളാണ് റോബർട്ട് ഹുക്ക്. കോശത്തിനെ കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞത് ആരാണ്? M.J. Schleiden. M.J. Schleiden ആണ്. M.J. Schleiden. ഇനി തിയോഡർ ഷ്വാൻ എന്താ ചെയ്തത്? പ്ലാന്റ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽ എന്ന് കണ്ടുപിടിച്ചു. തിയോഡർ ഷ്വാൻ പറഞ്ഞത് ആനിമൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ് തിയോഡർ ഷ്വാൻ. ആ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് പറഞ്ഞത് ആരായിരുന്നു? അത് നമ്മുടെ റുഡോൾഫ് വിർഷോ ആണ്. റുഡോൾഫ് വിർഷോ. ഓക്കെ, അപ്പം ഇതുപോലെ സെൽ ബയോളജിയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രജ്ഞന്മാരെ തന്നിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ ചോദിക്കും. അപ്പം ഇതും ഓർത്ത് വെക്കണേ. ഇനി സ്പെസിഫിക് സെൽസ് ഫൗണ്ട് അറ്റ് ദി ഗ്രോയിങ് ടിപ്പ് ഓഫ് പ്ലാന്റ്സ് ഹെൽപ്പ് ഇൻ പ്ലാന്റ് ഗ്രോത്ത്. നെയിം ദീസ് സെൽസ്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ദ സെൽ. സസ്യ വളർച്ച സാധ്യമാവുന്നതിന് വളരുന്ന അഗ്രഭാഗങ്ങളിൽ കാണുന്ന പ്രത്യേകതരം കോശങ്ങൾ നമ്മൾ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്നാ പറയുക. അപ്പം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൻ്റെ പ്രത്യേകത എന്താണ്? അബൻഡന്റ് സൈറ്റോപ്ലാസം, നിറയെ കോശദ്രവ്യം ഉണ്ടാകും, ലാർജ് ന്യൂക്ലിയസ് ഉണ്ടാകും, തിൻ പ്രൈമറി വോളാണ് കാണാൻ പറ്റുക. അപ്പം മെരിസ്റ്റമാറ്റിക് സെൽ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പം ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ മെയിനായിട്ട് പഠിച്ചു. സോ ഓരോ കോൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് തരികയാണ്. നമ്മൾ പ്ലാന്റ് ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ പാത്തജൻസിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂയിസൈഡനൽ ബാഗ് എന്നറിയപ്പെടുന്ന ഒരു സെൽ ഓർഗനൽ ആനിമൽ സെല്ലിൽ മാത്രം നമുക്ക് കാണാൻ പറ്റും. അത് ഏത് സെൽ ഓർഗനിലാണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ മാരത്തോൺ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബൈ.